ഹലോ മക്കളെ, അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ലൈഫിൽ +1 എന്ന് പറയുന്ന ആ ഒരു കടമ്പയൊക്കെ കടന്ന് ഇപ്പം ആ ഒരു കോൺഫിഡൻസ് അല്ലെ +1 കയറുമ്പോൾ നിങ്ങളത് ആലോചിച്ച് നോക്കൂ. നിങ്ങളെല്ലാവരും എന്തായിരിക്കും, കുറേ പഠിക്കാനുണ്ടോ, NCERT ടെക്സ്റ്റ് ബുക്സ്, കുറേ കണ്ടൻറ്റ് മാറുന്നു, ചാപ്റ്റേഴ്സ് കുറേ കൂടുതലുണ്ട്, പഠിക്കുന്ന രീതിയിൽ മാറ്റം വരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ സീനിയേഴ്സ് ആണ് എന്ന് പറയുന്ന ഒരു സന്തോഷത്തിലൊക്കെ ഇരിക്കുന്നതായിരിക്കും അല്ലേ. ആൻഡ് മിസ് ഇപ്പോൾ പറയാൻ വന്നത് അതല്ല, നമ്മുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറേ ചാൻസുകൾ കിട്ടാറുണ്ട്. നമ്മളോട് പലരും പറയാറുണ്ട് ഈ ചാൻസ് മിസ് ചെയ്യരുത്, ഇതിനി പിന്നെ കിട്ടില്ല എന്നുള്ളത് അല്ലേ. നമ്മുടെ ലൈഫിൽ വരുന്ന ഒരുപാട് ചാൻസുകൾ അങ്ങനെയാണ്. കാരണം ചില ചാൻസുകൾ അല്ലെങ്കിൽ ചില അവസരങ്ങൾ നമ്മുടെ ലൈഫിൽ ഒരിക്കലും മാത്രമേ നമുക്ക് വരുള്ളൂ. അപ്പോൾ ആ ഒരു അവസരം നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അയ്യോ ഞാനത് ചെയ്യേണ്ടതായിരുന്നു, ഞാനത് വെറുതെ മിസ് ചെയ്തു എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഓൾറെഡി അത് മിസ് ചെയ്തു അല്ലേ. അപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്, കുറേ മക്കൾ മിസ് ഏത് ലൈവിൽ നമ്മൾ +2 ക്ലാസ്സിൽ പോയി കഴിഞ്ഞാലും ചോദിക്കുന്നതാണ്, നമ്മൾ +2 UYARE ബാച്ചിൽ ഇനി അഡ്മിഷൻ കിട്ടുമോ മിസ്, ഞങ്ങൾ അറിയാതെ ആ ഒരു ചാൻസ് മിസ് ചെയ്തു. നമ്മുടെ UYARE ബാച്ച് 1 അല്ലേ, ഫസ്റ്റ് UYARE ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു ചാൻസ് മിസ് ചെയ്തല്ലോ, ഇനി ആ ലൈഫിൽ ആ ഒരു ചാൻസ് UYARE ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ചാൻസ് ഇനി കിട്ടുമോ എന്നുള്ള സങ്കടത്തിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ പല അവസരങ്ങളും നമ്മളുടെ ലൈഫിൽ സെക്കൻഡ് ചാൻസ് ആയിട്ട് വരില്ല. പക്ഷേ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ എക്സാമിനറിന് സെക്കൻഡ് ചാൻസ് ഉണ്ട്. ഇത് നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാൻസ് എൻ്റെ കുട്ടികൾക്ക് ഇനി കിട്ടില്ല. അത് നിങ്ങൾക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ ഒരു വലിയ നഷ്ടമായിരിക്കും. അപ്പം എൻ്റെ മക്കൾ ആരും ആ ഒരു നഷ്ടം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സാമിനർ തരികയാണ് ഒരു സെക്കൻഡ് ചാൻസ്. നമ്മളുടെ UYARE ബാച്ചിലെ 2ാമത്തെ ബാച്ച്, UYARE സെക്കൻഡ് ബാച്ച് നമ്മൾ മെയ് 18-നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, മെയ് 18-ന്. അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ ആരും മിസ് ചെയ്യാതിരിക്കുക, നമ്മുടെ സെക്കൻഡ് ചാൻസ് ആണ്. ഇനി എൻ്റെ മക്കൾക്ക് ഇതേപോലെ ഒരു ചാൻസ് കിട്ടണമെന്നില്ല. ഇത് നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ പിന്നീട് നിങ്ങൾ ആലോചിക്കുമ്പോൾ അയ്യോ +2-ൽ മാർക്സ് ഇല്ലാത്തത് കൊണ്ട് ഈ കോളേജിൽ കിട്ടിയില്ല, ആ എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല, +2-ലുള്ള കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കാത്തത് കാരണം നിങ്ങൾ ഒരു എക്സാമിനും താഴോട്ടേക്ക് പോകാൻ പാടില്ല. അത് നമ്മളെ ലൈഫിലെ ബാധിക്കും. കാരണം എല്ലാറ്റിനെയും കോൺസെപ്റ്റ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇത്ര % മാർക്സ് വേണം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെയധികം മാറ്റർ ചെയ്യും. കാരണം നമുക്കറിയാം കോമ്പറ്റീഷൻ എല്ലാ ഫീൽഡിലും കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഫീൽഡിൽ മാത്രമാണോ? അല്ല. നീറ്റ് എക്സാമിൻ്റെ ഫീൽഡിലാണോ? കീം എക്സാമിൻ്റെ ഫീൽഡിൽ മാത്രമാണോ? അല്ല മക്കളെ, എല്ലാ ഫീൽഡിലും ഇപ്പോൾ എല്ലാ മക്കളും ഓറിയൻറ്റഡ് ആണ്. അവർക്ക് എല്ലാവർക്കും ഗോളുണ്ട്, അവരെല്ലാവരും ഡിറ്റർമൈൻഡ് ആണ്, അവരെല്ലാവരും അവരുടേതായ സ്വപ്നങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പം നിങ്ങൾ ആരും, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാൾ അങ്ങത് വിട്ടുപോയിട്ടുണ്ട്, ഒന്നും മടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക. നമ്മളെ സ്കൂൾ ലൈഫിലെ ലാസ്റ്റാണ് നമ്മളെ +2. അത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ചാൻസ് ആയിട്ടാണ് ഉള്ളത്. നമ്മൾ മെയ് 18-ന് നമ്മൾ UYARE ബാച്ച് 2 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ ഒരു ഫസ്റ്റ് ചാൻസ് മിസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ വിഷമിക്കേണ്ട. ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ലാസ്റ്റ് ചാൻസ് ആയിരിക്കും, നമ്മളുടെ സെക്കൻഡ് ചാൻസ് ആയിരിക്കും. മെയ് 18-ന് നമ്മൾ 2ാമത്തെ UYARE ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ തിരിഞ്ഞ് നോക്കേണ്ട, ചിന്തിക്കേണ്ട. കാരണം നിങ്ങളെല്ലാവരും വലിയ കുട്ടികളായി, നിങ്ങൾക്കിനി നമ്മളുടെ ബാച്ചിൽ കിട്ടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാം. എന്തൊക്കെ കിട്ടുന്നുണ്ട്, ക്ലാസ് ഉണ്ടാവും, നല്ല അടിപൊളിയായിട്ട് കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി തരുന്ന ഞങ്ങളെല്ലാവരും എടുക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടാകും, നോട്ട്സ് ഉണ്ടാകും, നമ്മളുടെ റിവിഷൻ ബാച്ചസ് ഉണ്ടാകും, ബുക്ക് സെറ്റ്, എക്സാമിനറിൻ്റെ ഈ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടായിരിക്കും കിട്ടാൻ പോകുന്നത്. ഇതൊന്നും നിങ്ങൾക്കിനി വേറെ എവിടെ പോയാലും ഇത്രയും കുറഞ്ഞ ഫീല്, ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഫീല്, ഇത്രയും ക്വാളിറ്റി ക്ലാസ്സസ്, ഇത്രയും കാര്യങ്ങളോട് കൂടി എൻ്റെ മക്കൾക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. നമ്മളെ സ്കൂൾ ലൈഫ് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ തീർക്കാം. അപ്പോൾ താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ നമ്മൾ UYARE ബാച്ചിൽ ജോയിൻ ചെയ്യാം. മിസ് 18-ാം തീയതി അല്ലേ ഞങ്ങൾ ജോയിൻ ചെയ്തോളാം, സമയമുണ്ടല്ലോ എന്നാണ് വിചാരിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ, നമ്മളെ ബാച്ച് കുറേ പേര് നമ്മുടെ എക്സാമിനേറ്റ് ഓഫീസിലേക്കൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, UYARE ബാച്ച് ഒന്നുകൂടെ ഉണ്ടാവുമോ, ഞങ്ങൾ മിസ് ചെയ്തു പോയി, അറിഞ്ഞില്ല, ഇപ്പോഴാണ് കുട്ടിയുടെ മോളുടെ ഫ്രണ്ട്സ് പറയണത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബുക്സിൻ്റെ സ്റ്റോക്സ് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ മെയ് 18-നുള്ള ബാച്ചിന് മെയ് 17-ന് ജോയിൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബുക്സ് സ്റ്റോക്ക് ഉണ്ടാവില്ല. ആൻഡ് അതിനേക്കാളൊക്കെ മുകളിൽ നിങ്ങൾ അപ്പോഴാണ് ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെയും ഒരു 20 days എടുക്കും ബുക്സ് കിട്ടാൻ. അപ്പോൾ താല്പര്യമുള്ള മക്കളാണ് എന്തായാലും എക്സാമിനറിൻ്റെ കൂടെ തന്നെ പഠിക്കുള്ളൂ, നമ്മുടെ UYARE ബാച്ചിനൂടെ പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒട്ടും
ഒട്ടും ലേറ്റ് ആക്കാതെ എന്ത് ചെയ്യാം, ഈ നമ്പറിൽ എൻ്റെ മക്കൾക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പം താല്പര്യമുള്ളവർക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇനി നീറ്റ് ആൻഡ് കീം നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകണം. 2024 നടക്കാൻ പോകുന്ന നമ്മൾ ആ നീറ്റ് എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതണം, കീം എക്സാം അടിപൊളിയായിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വേദ ബാച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. നീറ്റ് ആൻഡ് കീം ബാച്ചാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ കൂടെ നമ്മുടെ ഉയരേ ബാച്ച് കിട്ടും കേട്ടോ. ഉയരേ പ്ലസ് നീറ്റ് ആൻഡ് കീമാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഉയരേ ബാച്ചിൻ്റെ ഫീ 4000 ആണ്. നീറ്റ് ആൻഡ് കീമിലേക്ക് വരുമ്പോൾ 6000 ഉള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്കറിയാലോ, നിങ്ങളെല്ലാവരും ചിലപ്പോൾ നമ്മുടെ പൃഥ്വി ബാച്ചിലുള്ളായിരുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും DPP, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം. അത് ഇവിടെ ഉണ്ടാകും. ഫുൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത്, ഫുൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത്, ടെസ്റ്റൊക്കെ എടുത്ത് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നീറ്റ് എക്സാമും കീം എക്സാമും ഒക്കെ എഴുതാൻ വേണ്ടി പറ്റും. സോ ഒട്ടും ലേറ്റ് ആക്കാതെ എൻ്റെ മക്കൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്കൻഡ് ചാൻസ് നമ്മൾ യൂസ് ചെയ്തു, നമ്മൾ സക്സസ്ഫുൾ ആയി എന്ന് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്കൻഡ് ചാൻസ് എൻ്റെ മക്കൾ മിസ് ചെയ്യാതിരിക്കുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ തീരുമാനിക്കുക. ഓക്കെ, അത് ലേറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതേപോലത്തെ ചാൻസ് കിട്ടില്ല. ആൻഡ് അതിനേക്കാളൊക്കെ മുകളിലായിട്ട് ചിലപ്പോൾ നമ്മൾ ലേറ്റ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ചിലപ്പോൾ കുറയും. ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചോളാം എന്നൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ ജോയിൻ ചെയ്യാൻ മതിയായിരുന്നു, എന്നാൽ ഇതും കൂടെ എനിക്ക് യൂസ് ചെയ്യാമായിരുന്നല്ലോ എന്നുള്ള ഒരു റിഗ്രറ്റ് ഉണ്ടാവാതിരിക്കാൻ താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, 7592092021 അല്ലെങ്കിൽ 7591999666 ജോയിൻ ചെയ്യാം. SCERT ഫാമിലീൻ്റെ കൂടെ പഠിച്ച് +2 ഫുൾ മാർക്ക് ഉറപ്പിക്കാം. നീറ്റ് ആൻഡ് കീമൊക്കെ എഴുതി നമ്മളുടെ ആഗ്രഹം, നമ്മളുടെ ഡ്രീം എന്താണോ അതിന് പിന്നാലെ പോവാം. ഓക്കെ.